2026 വിഷു വർഷഫലം. മൂലം നക്ഷത്രം 2026 ഏപ്രിൽ 14 വിഷു ഫലമനുസരിച്ച് വ്യാപാര വ്യവസായത്തുള്ളവരാണെങ്കിൽ അവർക്ക് ധാരാളം കഠിനാധ്വാനമൊക്കെ ചെയ്യേണ്ടി വരും. സ്വന്തമായിട്ട് വ്യവസായശാലകളുള്ളവർക്ക് തൊഴിൽ തർക്കങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ബന്ധുമിത്രാദികളുടെ കുടുംബത്തിലൊക്കെ പല മംഗളകർമ്മങ്ങളും നടക്കുകയും അതിലൊക്കെ പങ്കെടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. പൊതുവെ നിങ്ങൾക്ക് ശനി അനുകൂലസ്ഥനല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ശനിയുടെ കുറച്ച് ദോഷാധിക്യങ്ങൾ കൂടിയിരിക്കുന്നുണ്ടെങ്കിലും വിഷുഫലം അനുസരിച്ച് നിങ്ങൾക്ക് കുറേയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയിക്കുന്നതാണ്. ധാരാളം പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോജക്റ്റുകളോ പരിപാടികളോ ഒക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളവർക്ക് അതിൽ നിന്നൊക്കെ നല്ല അനുകൂലമായിട്ടുള്ളൊരു കാലം തന്നെയാണ് വന്നു ചേരുന്നത്. ആദായമൊക്കെ അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ചിരകാലമായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന പല സംരംഭങ്ങളും ഒക്കെ തുടങ്ങണമെന്ന് വിചാരിച്ചിരുന്നവർക്കൊക്കെ ഈ സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വർഷമധ്യത്തോടു കൂടിയാണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ നല്ല വിജയം പ്രതീക്ഷിക്കാം. ഉദ്യോഗലബ്ധിയൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക്, തൊഴിൽ കിട്ടാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക്, സർക്കാരിലായാലും പ്രൈവറ്റിലായാലും ജോലിയൊക്കെ ആഗ്രഹിച്ച് PSC ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ളവർക്ക് അതിൽ നിന്നൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തൊഴിലൊക്കെ ലഭ്യമാകുന്നുണ്ട്. ഭരണാധികാരികളായിട്ടുള്ള ആളുകളിൽ നിന്ന് പല വിധത്തിലുള്ള ഉയർച്ചയും അതുപോലെ തന്നെ അധിക ജോലിഭാരവും അധികമായിട്ടുള്ള പ്രയത്നങ്ങളും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു നേട്ടം പ്രതീക്ഷിക്കാം. കാരണം ഈ സർക്കാർ രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക്, സർക്കാർ തലത്തിലുള്ളവർക്കൊക്കെ ഭരണാധികാരികളിൽ നിന്നുമൊക്കെ നല്ല നേട്ടങ്ങളൊക്കെ അനുഭവയോഗ്യമാകുന്ന ഒരു വർഷമാണ്. വിദേശ യാത്രകളൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. പരീക്ഷാദികളിലൊക്കെ ഉന്നത വിജയം പ്രതീക്ഷിക്കാം. ഇതുവരെ മത്സര പരീക്ഷ എഴുതിയിട്ടും മറ്റു പരീക്ഷകളൊക്കെ എഴുതിയിട്ട് തോൽവിയൊക്കെ സംബന്ധിച്ചിരുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം പ്രതീക്ഷിക്കാം. മാതാവിന് അരിഷ്ടതകൾ, രോഗാരിഷ്ടതകളൊക്കെ കാണുന്നുണ്ട്. അസൂയാലുകളുടെയും ശത്രുക്കളുടെയൊക്കെ പലവിധത്തിലുള്ള എതിർപ്പുകളും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വർഷാവസാനം ശത്രുദോഷങ്ങളൊക്കെ വർദ്ധിക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. നൂതന സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ തീരുമാനിക്കുകയും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയുന്നതാണ്. കൂട്ടുവ്യവസായം, ബിസിനസ്സും ഒക്കെ ചെയ്യാതിരിക്കുന്നത് ഉത്തമമായിരിക്കും. വിവാഹാദി മംഗള കർമ്മങ്ങളും ഒക്കെ നിങ്ങൾക്ക് നടക്കുന്നുണ്ട്. വിവാഹം നടക്കാത്ത യുവജനങ്ങൾക്ക് വിവാഹമൊക്കെ നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ചെറിയ തോതിലൊക്കെ ഉടലെടുക്കാം. അതായത് വാതപിത്ത രോഗാപരോഗങ്ങൾ, നിർദോഷ രോഗങ്ങളൊക്കെ മൂർച്ഛിക്കാനായിട്ട് ദോഷങ്ങളൊക്കെ മൂർച്ഛിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അതിനു വേണ്ട തക്ക ചികിത്സകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പുണ്യതീർത്ഥയാത്രകൾ അതുപോലെ തന്നെ തീർത്ഥാടനങ്ങൾക്കൊക്കെ യോഗം വന്നു ഭവിക്കുന്നുണ്ട്. ധനാഗമനമൊക്കെ വർഷാവസാനം വരാം. പക്ഷേ എത്രയേറെ ധനം വന്നാലും ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കയ്യിൽ ചിലപ്പോൾ എത്രയേറെ പണം വന്നാലും കയ്യിലൊന്നും നിൽക്കാത്ത രീതിയിൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ധനനാശം വന്നു പോകുന്നൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് വളരെ വിജിലൻ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. കലാരംഗത്തുള്ളവർക്ക് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കാം. പരിഹാരത്തിനായിട്ട് വ്യാഴാഴ്ച ദിവസം കൃഷ്ണന് ഭാഗ്യസൂക്തം, അതുപോലെ തന്നെ ഭാഗ്യസൂക്ത പാരായണം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, തുളസിമാല അർച്ചന ഇതൊക്കെ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും.